തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നമുക്കൊന്ന് പോയാലോ? അവിടെ ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. അവിടെ നിന്നും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരക്കുണ്ടോ? മോത്തി, കഴിഞ്ഞ ലൈവിന് നമ്മൾ നിന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ്. ഇവിടെയാണ് കൂടുതലായും ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുകൾ ദർശനത്തിനായി എത്തുന്നത്. രാവിലെ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പിന് 3:30 മണി മുതലായിരുന്നു ഇവിടെ വിഷു ദർശനം, വിഷു കണി ദർശനം ഒരുക്കിയിരുന്നത്. 4:30 അവസാനിച്ചു. പിന്നീട് രാവിലെ 5:30 മുതലാണ് ക്ഷേത്ര ദർശനത്തിനുള്ള സമയം ആരംഭിച്ചത്. ഇനി ഏകദേശം ഉച്ചയ്ക്ക് 12:30 വരെ ആയിരിക്കും ദർശന സമയമുള്ളത്. അതിനുശേഷം നടയടയ്ക്കും. ഏറ്റവും അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതലായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. അവരാണ് കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ പലരും, നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കുറവാണ്. നേരത്തെ നമ്മൾ കുറച്ചു മുൻപ് ഇവിടെ വന്ന സമയത്ത് US നിന്നുള്ള, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് US പോയി സ്ഥിര താമസമാക്കിയ ഒരു കുടുംബം, അവിടെ അവർക്കൊരു കുഞ്ഞ് അവിടെ വെച്ച് ജനിക്കുന്നു. ആ കുട്ടിയുമായി അവരുടെ ആദ്യ വിഷു നമ്മുടെ നാട്ടിൽ വെച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ ഈ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മറ്റെല്ലാം തന്നെ പുറത്തു നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തുകാർ ഇനി ഇങ്ങോട്ടേക്ക് എത്തുന്നത് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. വൈകുന്നേരത്തെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വദേശവാസികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം അവർ രാവിലെ വീട്ടിൽ കണി കണ്ട് മറ്റുള്ളവർ കൈനീട്ടമൊക്കെ നൽകി പിന്നീട് സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങളുടെ ആ ഒരു സമയമാണ്. ഈ സദ്യയൊക്കെ വീട്ടിൽ തന്നെ ഒരുക്കി ഉച്ചയോടുകൂടി ആ സദ്യയും ഭക്ഷിച്ച് അതിനുശേഷം ഒന്ന് വൈകുന്നേരമായിരിക്കും, ബന്ധുവീട്ടുകളിലൊക്കെ പോയതിനു ശേഷം വൈകുന്നേരമാണ് ഈ തിരുവനന്തപുരത്തുള്ളവർ ഈ ക്ഷേത്ര ദർശനത്തിനായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കുറെ നാളുകൾക്ക് ശേഷം ഇവിടെ വിഷുവിന് ആഘോഷിക്കാൻ വന്നത് ഭയങ്കര ഒരു പ്രത്യേക വൈബാണ്. ഞങ്ങൾ പുറത്താണ്, അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു രസമുണ്ട്. അപ്പം ഇഷാന്റെ ഫസ്റ്റ് വിഷു ആണ് കേരളത്തിൽ. അങ്ങനെ വിദേശത്ത് ജനിച്ചു വളർന്ന കുഞ്ഞാണ് ഇപ്പോഴത്തെ കണി കാണാനായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീകൃഷ്ണ വേഷത്തിൽ തന്നെയാണ് ആള്. മലയാളം വശമില്ല എന്ന് തോന്നുന്നു. ഹാപ്പി വിഷു എന്നൊക്കെ അമേരിക്കൻ ആക്സന്റിൽ പറയുന്നു എങ്കിലും അതിനും ഒരു ചന്തമുണ്ട്.